ബിഗ് ബോസ് സീസൺ 6 മലയാളം സിജോ തിരിച്ചു കയറിയിരിക്കുകയാണ്. തിരിച്ചു കയറിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താ പറയുക, സ്വന്തമായിട്ട് തന്നെ വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞു. ഞാൻ ഇനി തീപ്പൊരിയല്ല തീപ്പന്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസുകളൊക്കെ നമ്മളിതിലും വലുത് കേട്ടിട്ടുണ്ട് പറ എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ കയറി സംസാരിക്കുന്ന കൂട്ടത്തിൽ സിജോ അൻസിബയ്ക്കിട്ടൊരു കുട്ടു കൊടുക്കുന്നുണ്ട്. ഇടി കിട്ടിപ്പോയതിൻ്റെ അന്ന് അൻസിബ റൂമിലിരുന്ന് പറയുന്നുണ്ട് സിജോ നന്മമരം കളിച്ചതാണ് മാപ്പ് കൊടുക്കാൻ തയ്യാറായത് എന്നൊക്കെ. അപ്പോൾ അതിന് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടാണ് വന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, കളി കണ്ട് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും കണ്ടിട്ടാണ് സിജോ അകത്തേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മുന്നിലെത്താം, വിന്നറാകാൻ പറ്റുമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് സിജോ കയറിയിരിക്കുന്നത്. പക്ഷേ ഔട്ടാകും വരെ, ഔട്ടല്ല ഇഞ്ചുറി ആയിട്ട് പുറത്തു പോകും വരെയും സിജോ അത്ര നല്ലൊരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നില്ല. അപ്പോൾ ഇനി നല്ല ഗെയിം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, സിജോയ്ക്കും സായിക്കും ഒക്കെ അറിയാം ഒരു റൂമിൽ നിന്ന് ക്യാമറ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കാറിലിരുന്ന് ക്യാമറ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഒരു ഈസി ജോബ് അല്ല ബിഗ് ബോസിനകത്ത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം ഇപ്പം ജയിലിൽ കിടക്കുന്നവരെന്നാണ് ചോദിക്കുന്നത്. സാധാരണ നാട്ടിൽ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ അവരൊക്കെ അവരുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇടയ്ക്ക് വൈറലായ വീഡിയോസ് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അതിലൊക്കെ പറയുന്ന പോലെ അവർക്ക് സമയം അറിയാം, പത്രം വായിക്കാം, TV കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് AC-യും കട്ടിലും ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടുകാരെ കാണാം, അവർക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതേസമയം ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെയല്ല. അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. മെൻ്റലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ശരിയാക്കും, വേണ്ട മലപ്പുറം കത്തി മിഷൻ കണ്ണെന്നൊക്കെ പറഞ്ഞ് പോയ നമ്മുടെ സിബിനും പൂജയൊക്കെ കണ്ടില്ലേ. പൂജ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പോയതാന്ന് പറയാം. സിബിനൊക്കെ നല്ല കഴിവുള്ള മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ അവർക്കൊന്നും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. കാരണം മെൻ്റൽ പ്രഷറും അത് മാത്രമല്ല, സിബിൻ പുറത്തു പോയതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. സിബിന് പുറത്ത് തൻ്റെ പേര്, തൻ്റെ ഇമേജ് മോശമാകുമോ എന്ന ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു സിബിൻ. അങ്ങനെയാണ് സിബിൻ പുറത്തു പോയത്. അപ്പം വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല അതിനുള്ളിലെ കളികളെന്ന് സിബിനും നന്നായിട്ട് മനസ്സിലായി. സിബിനാണേലും ഈ പറഞ്ഞിട്ട് മലപ്പുറം കത്തി മിഷൻ കണ്ണുമായിട്ട് പോയിട്ട് പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് തിരിച്ചു വന്നേക്കുന്നത്. സായിയും ഭയങ്കരമായി എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ സായി എന്തുകൊണ്ടോ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, പായാനാണെന്ന് പറഞ്ഞിട്ട് ഈ പുലി ഗെയിമൊക്കെ മനസ്സിലാക്കി പാഞ്ഞു വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ഈ സീസൺ 6 ട്രോഫിയും കൊണ്ട് വീട്ടിൽ പോകുമെന്നാണ് തോന്നുന്നത്. കാരണം സായിക്ക് ഒരു അനക്കവും ഇല്ല ഇരിക്കുന്നിടത്തുനിന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷാർപ്പാവും, അതേപോലെ തന്നെ ഡൗൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കണ്ടസ്റ്റന്റിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ബിഗ് ബോസിന് വേണ്ടത് എന്താണ്? പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കണ്ടന്റുകൾ എത്തിച്ചു കൊടുക്കുന്ന മത്സരാർത്ഥികളെയാണ് ബിഗ് ബോസിന് ആവശ്യം. അത്തരത്തിൽ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യുന്നോ ഇല്ലയോ, പക്ഷേ ഡെയിലി കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുറച്ച് മത്സരാർത്ഥികളാണ് ജിൻഡോ, അതുപോലെ തന്നെ നോറ, ജാൻമോണി, ജാസ്മിൻ, സിബിൻ, ഇവരൊക്കെ. പക്ഷെ അതിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജാൻമോണി ഔട്ടായിപ്പോയി, സിബിനും പുറത്തുപോയി. സത്യത്തിൽ ഈ ജിൻഡോ, ജാസ്മിൻ, നോറ ഇവരില്ലായിരുന്നെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. എനിക്ക് ഈ സീസണിൽ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ കണ്ടസ്റ്റന്റ് ഇല്ല. കാരണം ഇവരാരും ഭയങ്കര അടിപൊളി വാവ് സൂപ്പർ പ്ലേ അങ്ങനെ ആരും ഇല്ല അതിനകത്ത്. പിന്നെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായം പറയാനാണെങ്കിൽ ഇപ്പം അൻസിബ, അതുപോലെ തന്നെ ശ്രീരേഖ, അങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക് ചെയ്യുന്ന മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ അവർക്ക് ബിഗ് ബോസിന് പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല അവർ വളരെയധികം ഇമേജ് കോൺഷ്യസ് ആണ്. അൻസിബയെ ശ്രീരേഖയൊക്കെ 2 ദിവസം ഒന്ന് പുറകെ നടന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടപടല അവർ
വെളിയിൽ വരും. പക്ഷെ അതിനാരും അതുവരെ തയ്യാറാവുന്നില്ല. അൻസിബയെ ചൊറിയാൻ ഗബ്രി ശ്രമിച്ചെങ്കിലും അൻസിബ പിടികൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അൻസിബ, ശ്രീരേഖ, ശ്രീതു, ശരണ്യ ഇവരൊന്നും ബിഗ് ബോസിന് പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല. കമ്പാരിറ്റീവ്ലി പിന്നെയും ഫിസിക്കൽ ടാസ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗ്യാങ്ങിൽ ശരണ്യായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് കയറിയ ആ കുട്ടി, അതിൻ്റെ പേര് നന്ദന ഈ പറഞ്ഞോട്ട് ഇങ്ങനെ ജിൽ കടുകുമണി പോലെ നിന്നതാണ്. പക്ഷെ നന്ദനയും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആണ്. നോറ പിന്നെ എത്ര അടിച്ചാലും വല്ല റബ്ബർ പന്ത് തിരിച്ചു വരുന്നതല്ല. നോറ കരയുകയും ചെയ്യും, പിന്നെ ക്യാമറയോട് സംസാരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നോറ തിരിച്ചു വരികയും ചെയ്യും. ഒരിക്കലും ഗബ്രി, ജാസ്മിൻ പോലെ എനിക്കിപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാമല്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ അങ്ങനെ ഒന്നും നോറ പറയുന്നില്ല. സിബിനെ പോലൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരുമ്പോഴും നോറയൊക്കെ അതിൽ പിടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ വാ ഓടിപൊളി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ന് ഇത് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസി പെട്ട ഒരാളെ അല്ലാതെ എനിക്ക് അതിനകത്ത് ആരുമില്ല. പിന്നെ ഋഷി, ഒരു വ്യക്തി എന്ന നിലയിൽ ഋഷി അടിപൊളിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചാവാൻ തയ്യാറാവുന്ന വ്യക്തികളെന്ന് പറയില്ല, ആ ഗ്യാങ്ങിൽ പെട്ടൊരു സാധനമാണ് ഋഷി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഋഷി നമ്മുടെ അൻസിബയുടെ ചാവേറാണ്. അതിനകത്ത് അൻസിബ ആരെങ്കിലും ഒന്ന് നുള്ളി തോണ്ടി എന്ന് പറയുന്നത് ഡേ അണ്ണാവത് ഏതാവത് പറഞ്ഞാൽ എന്നുള്ള മട്ടിൽ ചാടിത്തുള്ളി അങ്ങ് ഇറങ്ങും. അതിൻ്റെ ഒരാവശ്യമില്ല. ഋഷി സിംഗിളായിട്ട് അതിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഫേസ് ടു ഫേസ് നിന്ന് ആർക്കും വേണ്ടി കളിക്കാതെ സ്വന്തമായിട്ട് നിന്ന് കളിക്കാന്നുണ്ടെങ്കിൽ സിജോയേക്കാളും നല്ലൊരു പ്ലെയറായിട്ട് മുന്നിൽ വരാൻ ഋഷിക്ക് പറ്റും. സിജോയേക്കാൾ എന്ന് പറയാൻ സിജോ നല്ലൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ ഒന്നും പേര് പോലും 50 ദിവസമായിട്ട് ഓർമ്മയില്ല. ഇതുപോലൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഈ സീസണിലെ മത്സരാർത്ഥികൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ പൊതുവെ ഭയങ്കര കള്ളത്തരം പറഞ്ഞ് അത്ര സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒന്നല്ല, രണ്ടുപേരുണ്ട് അതിലത്. ജാസ്മിനും ജിൻഡോയും സംസാരിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. പിന്നെ സംസ്കാര ഉന്നതത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്താനോ സത്യസന്ധരെ കണ്ടെത്താനുള്ള ഒരു ഗെയിം ഷോ അല്ല ഇത്. വെറും ഒരു ഗെയിം ഷോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാണെങ്കിൽ ഓക്കെ, ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. പിന്നെ ഒരു കാര്യം, ജിൻഡോയ്ക്ക് എവിടെ ആർക്കടി കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാം കേട്ടോ. ജിൻഡോയ്ക്ക് മുൻ സീസണിലെ രജിത് കുമാർ എന്ന കണ്ടസ്റ്റന്റിന്റെ ഭയങ്കരമായ സപ്പോർട്ട് പുള്ളിക്കുണ്ട്. രജിത് കുമാർ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മുളക് തേച്ചിട്ട് പുറത്തു പോയതാണ്. ഒരു മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചിട്ട് പുറത്തു പോയിട്ടും ഭയങ്കര രാജാവിനെ പോലെ അയാളെ സ്വീകരിച്ചൊരു സൊസൈറ്റി ആയിരുന്നു. അപ്പം ഓഫ്കോഴ്സ് ജിൻഡോയെ അതിന് മുകളിൽ കയറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം രജിത് കുമാറിന്റെ സപ്പോർട്ട് എത്രത്തോളം ജിൻഡോയ്ക്ക് പോസിറ്റീവ് ആകുമെന്ന് കണ്ടു നോക്കാം. എനിവേ ഗബ്രി, ജാസ്മിൻ്റെ ഈ ഒരു എന്താ പറയുക നാടകങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നുമില്ല. അതൊന്നും വെറുതെ ടൈം വേസ്റ്റ് ആണ്. ആ ചെക്കന് വേറെ പണിയില്ലാതെ ഞാൻ പറയുള്ളൂ. സിജോ അതിലെ ഗെയിം ചേഞ്ച് ചെയ്യുമോ, പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരനെ ഒപ്പിക്കുമോ എന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഇത്തരം ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് പോരും.